മാപ്പിള ലഹള എന്ന് നാം വിളിക്കുന്ന മലബാർ കലാപം, അതിൽ ഹിന്ദു വംശഹത്യ നടത്തുന്നതിന് നേതൃത്വം ധാരാളം 382 ആളുകൾ ആ സമരത്തെ നയിച്ചതായിട്ടുള്ള ആളുകളെ സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ട് കണക്കാക്കി സ്വാതന്ത്ര്യ സമര പെൻഷനെല്ലാം കൊടുത്തിരുന്നു. പക്ഷേ അത് സാധ്യമല്ല എന്ന് ഗവേഷണത്തിലൂടെ കണ്ടെത്തുകയും ഈ മാപ്പിള റബലിയൻ എന്ന് പറയുന്നതിൽ മാപ്പിള ലഹള എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ആളാണ് ഐസക് സാർ. അതിനെ തുടർന്ന് മലബാർ കലാപത്തിൽ ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തതായിട്ടുള്ള ആളുകളെ വെറും കലാപകാരികളായി മാത്രം കാണുകയും സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് പറയുന്ന അവരുടെ വിശേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു. അതൊരു വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. ധാരാളം വിമർശനങ്ങൾ നേരിട്ടു. അതിനുശേഷം അദ്ദേഹം NCERT-യിൽ അംഗമായിരുന്നു. NCERT-യിൽ അംഗമായ സമയത്ത് സ്കൂളുകളിൽ ചരിത്രം പഠിപ്പിക്കുന്നതിൽ വലിയ മാറ്റം വരുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഏൻഷ്യൻ ഹിസ്റ്ററിയേക്കാൾ ക്ലാസിക്കൽ ഹിസ്റ്ററിയാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് നാം ചരിത്രം തെറ്റായ രീതിയിലാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുകയും യഥാർത്ഥ ഭാരത ചരിത്രമാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന് ധീരമായി പറയുകയും ചെയ്തു ഐസക് സാർ. നിരവധി പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ ലേഖനത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ ദൈർഘ്യമുള്ളതായ ഒരു ചരിത്രത്തെ ഏതാനും പേജുകളിൽ ഒതുക്കി പറഞ്ഞിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഇത് വളരെ വിശദമായ ഒരു ചരിത്ര പാഠം എന്ന് നമുക്ക് പറയാനാവില്ല. സാധാരണ എല്ലാവരും പറയുന്നത് പോലെ ഇതൊരു പ്രവേശകമാണ്. അഥവാ നമുക്ക് കൂടുതൽ പഠിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് ലഭിക്കുന്ന കുറച്ച് സൂചനകൾ മാത്രമാണ് സത്യത്തിൽ ഈ പാഠഭാഗത്ത് പറഞ്ഞു പോകുന്നത്. ഐസക് സാർ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ട് എന്തെല്ലാമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പാഠഭാഗത്തെ ഒന്ന് മൊത്തത്തിൽ പരിചയപ്പെടാം എന്നെനിക്ക് തോന്നുന്നു. ഐസക് സാറ് ഈ പാഠഭാഗത്ത് പറഞ്ഞു വെക്കുന്നതായിട്ടുള്ള പ്രധാന കാര്യങ്ങൾ നമ്മുടെ പ്രാചീന ചരിത്രത്തിൽ സൈന്ധവ നാഗരികത അല്ലെങ്കിൽ സിന്ധു നദീതട നാഗരികത എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതിനെ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സിന്ധു നദിയുടെ നാഗരികത ദ്രാവിഡന്മാരുടെ നാഗരികതയായിരുന്നു എന്നും അതിനെ തകർത്തുകൊണ്ട് വൈദേശികരായിട്ടുള്ള ആര്യന്മാർ നമ്മുടെ രാജ്യത്ത് വന്ന് ഈ നാഗരികതയെ തകർത്തു എന്നും പിന്നീട് ആര്യന്മാരാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിലെ വേദങ്ങൾ ഉൾപ്പെടെയുള്ളതായ മഹത്തായ ഗ്രന്ഥങ്ങൾ രചിക്കുകയും ആ അതിശ്രേഷ്ഠമായൊരു സംസ്കാരത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു എന്നെല്ലാം ചില പാശ്ചാത്യ ചരിത്രകാരന്മാർ പറഞ്ഞു വെച്ചു. അതെല്ലാം വിഡ്ഢിത്തമാണ് എന്നും തെറ്റാണ് എന്നും ധാരാളം പേര് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൈന്ധവ നാഗരികത എന്ന് പറയുന്നത് ദ്രാവിഡരുടെ എന്നെടുക്കാൻ സാധ്യമല്ല. ആര്യന്മാർ എന്ന് പറയുന്നത് വിദേശത്തു നിന്നും വന്നവരുമല്ല. ഇതെല്ലാം ഐസക് സാർ ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈന്ധവ നാഗരികതയുമായി ബന്ധപ്പെട്ടതായ ചരിത്ര ഗവേഷണം നടന്നതായ എക്സ്കവേഷൻസ് അഥവാ ഉത്ഖനനങ്ങൾ നടന്നതായിട്ടുള്ള സ്ഥലങ്ങളെയും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് വായിക്കാം, ഈ ലേഖനം നമുക്ക് വായിക്കാം. അപ്പോൾ കൂടുതൽ വിശദമായിട്ട് പറയാം. ഞാൻ ഏകദേശം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് തന്നെയും സിന്ധു നദീതടത്തിൽ ഉണ്ടായി വളർന്ന് പരിപോഷിച്ചതായ ഒരു നാഗരികത എന്ന് നമുക്ക് പറയാനാവില്ല. ഇന്ന് നാം ഭൂമുഖത്തില്ല എന്ന് പറയുന്ന അഥവാ ഭൂമിയുടെ അടിയിലൂടെ അന്തർവാഹിനിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്ന സരസ്വതി നദിയുടെ തീരത്തായിരുന്നു സത്യത്തിൽ സിന്ധു നദീതട നാഗരികതയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉദ്ഖനന പ്രദേശങ്ങളെല്ലാം പഴയകാല സരസ്വതി നദിയുടെ സമീപസ്ഥ ദേശങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിനെ പൊതുവെ സിന്ധു നദീതട നാഗരികത എന്ന് പറയുവാനുള്ള കാരണം
പിൽക്കാലത്ത് സിന്ധു നദി അപ്രത്യക്ഷമാവുകയും സിന്ധു നദിയുടെ പോഷക നദികൾ എന്ന് വിളിച്ചിരുന്ന യമുനയും സത്ലജും ഇന്ന് യമുനയും സത്ലജും, സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയും യമുന ഗംഗാ നദിയുടെ പോഷക നദിയുമാണ്. അപ്പോ ആ പോഷക നദികൾ, സച്ചിനയുടെ പോഷക നദികളിൽ ഒന്ന് സിന്ധുവിലേക്ക് ചെന്ന് ലയിച്ചു, മറ്റൊന്ന് ഗംഗയിൽ ചെന്ന് ലയിച്ചു. അപ്പൊ ഈ യഥാർത്ഥത്തിൽ സരസ്വതി സിന്ധു നദീതട നാഗരികത എന്നതാണ് അതിന് നമുക്ക് പൂർണ്ണമായി പറയാവുന്ന ഒരു വിശേഷണം. സരസ്വതി നദി നമ്മുടെ വേദങ്ങളിലും പുരാണങ്ങളിലും മഹാഭാരതത്തിലും പരാമർശിച്ചു പോകുന്ന നദിയാണ്. അതിനെക്കുറിച്ചും കൂടുതൽ നമുക്ക് വായിക്കുന്ന സമയത്ത് പറയാം. അങ്ങനെ സരസ്വതി നദിയെക്കുറിച്ചും സരസ്വതി നദീതടത്തിൽ ഉണ്ടായ നാഗരികതയുടെ സവിശേഷതകളും ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതുകൂടാതെ ആര്യന്മാർ എന്ന് പറയുന്നവർ ഒരു പ്രത്യേക വിഭാഗക്കാരല്ല എന്നും, സത്യത്തിൽ ആര്യന്മാർ എന്ന് പറയുന്നവർ അഥവാ ഭാരതത്തിലെ ബ്രാഹ്മണർ എന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെ പഞ്ചദ്രാവിഡന്മാരും പഞ്ചഗൗഡരും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അതിൽ തന്നെയാണ് ആ ദ്രാവിഡ പദം വരുന്നത് എന്നും ഐസക് സാറ് പറയുന്നുണ്ട്. ഇത് കൂടാതെ ഇദ്ദേഹം പറയുന്നത് ഭാരതത്തിൽ പിന്നീട് സാമ്രാജ്യങ്ങൾ രൂപപ്പെട്ടതിനെ കുറിച്ചാണ്. സാമ്രാജ്യങ്ങൾ രൂപപ്പെടുന്നത് എന്ന് പറയുന്നത് സിന്ധു നദീതട നാഗരികതയ്ക്ക് ശേഷം പിന്നീട് സാമ്രാജ്യങ്ങളുടെ രൂപവൽക്കരണം നടക്കുമ്പോൾ നമുക്ക് പറയാവുന്ന പ്രധാനപ്പെട്ട ഭരണം എന്ന് പറയുന്നത് മൗര്യ സാമ്രാജ്യത്തിൻ്റെതാണ്. മൗര്യ സാമ്രാജ്യത്തിന് മുമ്പായിട്ട് നന്ദന്മാരുണ്ടായിരുന്നു. മൗര്യ സാമ്രാജ്യത്തെ തുടർന്ന് സുങ്കന്മാര്, പുഷ്യമിത്ര സുങ്കൻ നേതൃത്വം കൊടുത്തതായിട്ടുള്ള ആ വംശം ഉണ്ടായി. പിന്നെ അത് എല്ലാം തന്നെ പൊതുവർഷവുമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ BC-യിലാണ്, അഥവാ നമ്മൾ കാലഗണന നമുക്കറിയാം. ഇംഗ്ലീഷുകാര് കാലത്തെ തിരിച്ചിരിക്കുന്നത് ബിഫോർ ക്രൈസ്റ്റ് എന്ന രീതിയിലും ക്രിസ്തുവിന് ശേഷം, അതിനിപ്പോൾ നമ്മൾ CE എന്നാണ് പറയുന്നത്, കോമൺ എറ, പൊതുവർഷം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ BC-യില് ക്രിസ്തുവിന് മുമ്പ് എന്ന് പറയുന്ന BC-യില് ഉണ്ടായതാണ് ഈ പറയുന്ന മൗര്യ സാമ്രാജ്യത്തിൻ്റെയൊക്കെ ഉത്ഭവവും വളർച്ചയും എല്ലാം. അതിനുശേഷം AD-യില്, അതായത് കോമൺ എറ എന്ന് പറയുന്ന പൊതുവർഷം, ഇപ്പോൾ നാം 2025-ലാണ് ജീവിക്കുന്നത് നമുക്കറിയാം. ഈ 2025 വർഷങ്ങളെയാണ് ഇപ്പോൾ നമ്മൾ പൊതുവർഷങ്ങൾ എന്ന് പറയുന്നത്, അഥവാ AD എന്ന് പറയുന്നത്. ഇതിൽ ആദ്യ 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളാണ് സത്യത്തിൽ ഈ പറയുന്ന ഗുപ്ത സാമ്രാജ്യത്തിന്റെ കാലഘട്ടം. ഈ ഗുപ്ത സാമ്രാജ്യമാണ് ഭാരത ചരിത്രത്തിലെ സുവർണ ദശ എന്ന് പറയുന്നത് ഗുപ്തന്മാരുടെ ഭരണകാലമാണ്. ഇതെല്ലാം ഐസക് സാറ് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഐസക് സാറ് പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഈ ഹിന്ദു രാജാക്കന്മാരുടെ ഭരണത്തെയെല്ലാം തമസ്കരിക്കാനും അവരുടെ നേട്ടങ്ങളെ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാതിരിക്കാനും ബോധപൂർവം നമ്മുടെ ചരിത്രത്തെ അട്ടിമറിക്കുകയുണ്ടായിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കുട്ടികൾ, ഇന്ന് നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് മുഗൾ രാജാക്കന്മാരെ അറിയാവുന്നത് പോലെ നമ്മുടെ ഈ ഹിന്ദു രാജാക്കന്മാരെ അറിയുമോ? അവരുടെ ഭരണകാലത്തെ അറിയുമോ? ഇത് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മഹാനായ ചക്രവർത്തി ഇപ്പോഴും അക്ബർ തന്നെയാണ്. മറ്റു രാജാക്കന്മാരെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. എന്നാൽ ചന്ദ്രഗുപ്ത മൗര്യനും അതുപോലെ തന്നെ ഗുപ്ത സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്തനും എല്ലാം, അതുപോലെ ചാലൂക്യ വംശക്കാര്, പല്ലവ വംശക്കാര്, ശാതവാഹനന്മാര്, കാകതീയന്മാര്, അങ്ങനെ എത്രയോ രാജവംശങ്ങള് ഇവിടെ ഉണ്ടായിരുന്നു. ഈ രാജവംശങ്ങളെല്ലാം ഉണ്ടാക്കിയ പിന്നെ നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും പല്ലവന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ്. അതേപോലെ തന്നെ ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരും ഒക്കെ ദക്ഷിണ ഭാരതത്തെ അടക്കി ഭരിച്ചതായ ആളുകളാണ്. അവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങള്, അവരെല്ലാം നമ്മുടെ സമൂഹത്തിന് നൽകിയ സംഭാവനകള് സത്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് അറിയില്ല. എന്നാൽ മുഗൾ രാജാക്കന്മാരായിട്ടുള്ള ബാബറും ഹുമയൂണും ഷാജഹാനും ജഹാംഗീറും അക്ബറും ഒക്കെ തന്നെ എന്തെല്ലാം ചെയ്തു വെച്ചു എന്ന് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം. അങ്ങനെ ഭാരത ചരിത്രത്തെ ബോധപൂർവം യഥാർത്ഥമായ വഴിയിൽ നിന്നും തിരിച്ചുവിട്ട് നമ്മുടെ പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരു ചരിത്രമാണ് അവർ സത്യത്തിൽ ഇന്ന് അക്കാദമിക ചരിത്രം
എന്ന രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഐസക് സാറ് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഐസക് സാറിന്റെ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇനി നമുക്ക് ഇതിലെ ഈ പാഠഭാഗത്തിൽ നിന്ന് വായിച്ചു പോകാം. നിങ്ങളുടെ കയ്യിൽ ഗദ്യഭാരതി പുസ്തകം ഉണ്ടെന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഗദ്യമായതുകൊണ്ട് നമ്മൾ വായിച്ചു പോകുമ്പോൾ മാത്രമേ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. കാരണം ചോദ്യങ്ങൾ വരുന്നത് പാഠഭാഗത്തിൽ നിന്നായതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും വായിക്കുക തന്നെ വേണം. വെറുതെ പറഞ്ഞു പോയാൽ സാധ്യമല്ല. ഞാൻ ഇന്നും ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചോളൂ, ഞാൻ വായിക്കാം. ഭാരതം അധിനിവേശ സമൂഹങ്ങളുടെ ആവാസ കേന്ദ്രവും ഹിന്ദുത്വം ചരിത്രബോധമില്ലാത്ത ജനതയുടെ സംസ്കാരവും ആണ് എന്ന് ബോധപൂർവമായ പ്രചരണം ഇന്ന് ചില കോണുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഭാരതത്തിന്റെ 10-ലധികം വരുന്ന സഹസ്രാബ്ദങ്ങളിലെ ചരിത്രത്തെക്കുറിച്ച് ലഘുവായ ചില പരാമർശനങ്ങൾ നടത്തുവാൻ ഈ അവസരം ഉപയോഗിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐസക് സാർ തുടങ്ങുന്നത്. അധിനിവേശ സമൂഹങ്ങളാണ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആര്യന്മാർ, ദ്രാവിഡന്മാർ എന്ന് പറഞ്ഞ 2 വിഭാഗത്തെ കൊണ്ടുവന്നത്. ബാലഗംഗാധര തിലകനെല്ലാം ആദ്യകാലത്ത് ആര്യന്മാർ വിദേശത്ത് നിന്ന് വന്നവരാണ് എന്ന് പറഞ്ഞതാണ്. പക്ഷേ തിലകന്റെ തന്നെ അവസാന കാലത്തെ രചനകളിൽ അങ്ങനെയല്ല, ആര്യന്മാർ ഭാരതത്തിൽ തന്നെ ഉള്ളവരാണ്, ആര്യൻ ദ്രാവിഡൻ എന്നുള്ള വിഭജനത്തിന്റെ ആവശ്യം തന്നെ ഇല്ല എന്ന് തിലകൻ പോലും പറയുകയുണ്ടായി. പ്രമുഖ ചരിത്രകാരന്മാരെല്ലാവരും തന്നെ അത് പറയുകയും ചെയ്തു. അത് മാത്രമല്ല, നമുക്കറിയാം ഇതിനെക്കുറിച്ച് വലിയ ഗവേഷണങ്ങൾ നടത്തി വരാൾ പാണ്ഡെ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു ചരിത്രകാരൻ, പണ്ഡിതൻ, ആര്യൻ ഇൻവേഷൻ എ മിത്ത് എന്ന പേരിൽ ഒരു ഗ്രന്ഥവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊന്ന് ഞാൻ ഒരു പുസ്തകത്തെ പറഞ്ഞ് നിങ്ങൾക്ക് വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, റെഫറൻസിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ആര്യൻ ഇൻവേഷൻ ഒരു കെട്ടുകഥയാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. 2ാമത്തെ പാരഗ്രാഫ്, ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ വെച്ച് ഏറ്റവും പഴക്കം ചെന്നൊരു സംസ്കാരത്തിന്റെ ഉടമകളാണ് നാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ധാരാളം സംസ്കാരങ്ങൾ നമ്മുടെ ലോകത്ത് പല ഭാഗങ്ങളിലായി ഉണ്ടായി. നമ്മുടെ സിന്ധു നദിയുടെ സംസ്കാരം ഹിന്ദു സംസ്കാരം തന്നെയാണ്. ആ ഹിന്ദു സംസ്കാരത്തോടൊപ്പം തന്നെ അതിനുശേഷമോ അല്ലെങ്കിൽ അതേ കാലത്തൊക്കെ ഉണ്ടായ ചില സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ഗ്രീക്ക് സംസ്കാരമുണ്ട്, അതുപോലെ തന്നെ പേർഷ്യൻ സംസ്കാരമുണ്ട്, ചൈനീസ് സംസ്കാരമുണ്ട്, റോമൻ സംസ്കാരമുണ്ട്. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള പ്രാചീന സംസ്കാരങ്ങളാണ്. ഇവയ്ക്കൊന്നും തന്നെ ഹിന്ദു സംസ്കാരത്തോളം പഴക്കമില്ല. പക്ഷെ ഇന്ന് നിലനിൽക്കുന്ന ആ പഴയ പ്രതാപത്തോടെ നിലനിൽക്കുന്ന ഏക സംസ്കാരമേ ഇന്ന് ലോകത്തുള്ളൂ, അത് നമ്മുടെ സംസ്കാരം മാത്രമാണ്. ഈ സംസ്കാരത്തിന് കാര്യമായ പോറലേൽപ്പിക്കുവാൻ നൂറ്റാണ്ടുകൾ നമ്മളെ അടിമത്തത്തിൽ കൊണ്ടുവന്നതായ വൈദേശിക ശക്തികൾക്കോ അന്യമത ശക്തികൾക്കോ കഴിഞ്ഞിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇന്നും ആ പ്രാചീന സംസ്കാരത്തിന്റെ പ്രൗഢി നമ്മുടെ ഉള്ളിൽ അഭിമാനമായി ജ്വലിക്കുന്നുണ്ട്, അതിൽ സംശയമില്ല. അതാണ് ഐസക് സാറ് ഈ 2ാമത്തെ പാരഗ്രാഫിൽ സൂചിപ്പിച്ചത്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഗുജറാത്തിലെ കാംബെ എന്ന സ്ഥലത്തെ കടലിനടിയിൽ നിന്ന് 9500 വർഷങ്ങൾക്കപ്പുറം കടലിൽ അണ്ടുപോയൊരു നാഗരികത അവശിഷ്ടം കണ്ടെത്തിയിരുന്നല്ലോ. ഗൾഫ് ഓഫ് കാംബെ എന്ന് പറയും. കാംബെ ഉൾക്കടൽ, അവിടെ കാംബെ പോർട്ട്, അതുമായി അതായത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ സിന്ധു നദിയുടെ നാഗരികതയുടെ ചില അവശിഷ്ടങ്ങൾ ഈ കാംബെ ഭാഗത്ത് നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഒരു പുരാതന നഗരം തന്നെയും ആ പ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത്. അതിനും എത്രയോ അപ്പുറത്തു നിന്നുമായിരിക്കണം ഹൈന്ദവ സംസ്കാരത്തിന്റെ ആരംഭം. അത് മനസ്സിലാക്കണമെങ്കിൽ പുരാണങ്ങളായ നമ്മുടെ ഗ്രന്ഥങ്ങളെ മുൻവിധി കൂടാതെ സമീപിക്കണം. നമ്മുടെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ വേദങ്ങള് എന്നുണ്ടായി എന്ന് ചോദിച്ചാൽ നമ്മൾ വേദങ്ങളെ പൊതുവെ അപൗരുഷേയം എന്നാണ് പറയാറ്. ആരെങ്കിലും ഒരാൾ എഴുതിയതല്ല എന്നാണ് നമ്മൾ പറയുക. അത് ഋഷിമാർ ദർശിച്ചതാണ്. അത് അപൗരുഷേയമാണ്, ഒരാൾ എഴുതി ഉണ്ടാക്കിയതല്ല. വേദങ്ങൾ പലപ്പോഴും നമ്മൾ ഏതാണ് ആ കാലഘട്ടം എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ പഴക്കമുള്ളവയാണ്. അഥവാ ലോകത്തിൽ അറിവിന്റെ ആദ്യ അക്ഷരങ്ങൾ വേദങ്ങളിലാണ് എന്ന് പറയാം. വേദം എന്ന് പറഞ്ഞാൽ തന്നെയും അറിവ് എന്നാണല്ലോ അർത്ഥം. എന്തിന് നമ്മുടെ ഇതിഹാസങ്ങൾ, മഹാഭാരതവും രാമായണവും പോലും എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഗ്രന്ഥങ്ങളാണ്. അപ്പോ ഇതെല്ലാം മറന്നുകൊണ്ടാണ് നമ്മുടെ ചരിത്രത്തിന്റെ കാലഘട്ടത്തെ ഈ പാശ്ചാത്യ ചരിത്രകാരന്മാർ, അതുപോലെ നമ്മുടെ തന്നെ നാട്ടിലെ അക്കാദമിക ചരിത്രകാരന്മാർ എന്ന് പറയുന്ന നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള ചരിത്രകാരന്മാര്, JNUവിലൊക്കെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ചരിത്രകാരന്മാര്, ഇവരെല്ലാവരും നമ്മുടെ ചരിത്രത്തെ കാണുന്നത് സത്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ടാണ്.
ഇതാണ് ഐസക് സാർ സൂചിപ്പിക്കുന്നത്. ഭൂകമ്പം പോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്ക് വിധേയമാകേണ്ടി വന്ന സരസ്വതി നദിയുടെ തീരങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ പിള്ളത്തൊട്ടിലുകളായിരുന്നു. ഏതാണ്ട് 5 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞ സരസ്വതി നദി ഇന്നും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 40 മുതൽ 60 മീറ്റർ വരെ താഴ്ചയിൽ ഒഴുകുന്നതായി നമ്മുടെ ഉപഗ്രഹങ്ങൾ വഴി നടത്തിയ പഠനങ്ങൾ സംശയാതീതമായി തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ വേദങ്ങളിലും മറ്റ് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും പരാമർശിച്ചിരിക്കുന്ന സരസ്വതി നദി ഒരു സാങ്കല്പിക നദിയല്ല, മറിച്ച് യാഥാർത്ഥ്യമാണ് എന്ന് ആധുനിക ഗവേഷണ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്കാരത്തിന്റെ ചരിത്രം നമ്മുടെ വളർന്നു വരുന്ന തലമുറകളെ പഠിപ്പിക്കുന്നത് ശുദ്ധ അബദ്ധങ്ങളായ അനുമാനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എന്ന് മനസ്സിലാക്കാം. സരസ്വതി നദി ഒഴുകും വഴി എന്ന് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള അതിന്റെ ഇംഗ്ലീഷ് പുസ്തകമാണ്, അത് മലയാളത്തിൽ വിവർത്തനം ചെയ്തതാണ്. മിഷേൽ ഡാനിനോ എന്ന് പറയുന്ന ചരിത്രകാരൻ, ഭാരതീയ പണ്ഡിതൻ, പക്ഷേ വിദേശിയാണ് അദ്ദേഹം. അദ്ദേഹം ഭാരതത്തിൽ വന്ന് ഭാരതത്തെക്കുറിച്ച് പഠിച്ച് സരസ്വതി നദിയെക്കുറിച്ച് ഗവേഷണം നടത്തി എഴുതിയുണ്ടാക്കിയതാണ് ഈ ഗ്രന്ഥം. അത് വായിച്ചാൽ നമുക്കറിയാൻ സാധിക്കും സരസ്വതി നദി ഒരു യാഥാർത്ഥ്യമാണ് എന്ന്. സരസ്വതി നദി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു നദിയാണ്. ഇന്നും അത് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഗജ്ജർ ഹക്ര എന്ന് പറയുന്ന ഒരു നദീ സംവിധാനം അല്ലെങ്കിൽ നദീ സിസ്റ്റം, അത് ഇന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന അതേ പ്രദേശം തന്നെയായിരുന്നു അന്തർധാരയായിട്ട് ഈ നദി ഒഴുകുന്ന പ്രദേശവും എന്ന് പറയപ്പെടുന്നു. ആ രീതിയിൽ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കൃത്യമായിട്ട്. നമ്മൾ ഈ ചാർധാം യാത്ര നടത്തിയിട്ടുള്ള ആളുകൾക്കറിയാം, ബദരിയിൽ ചെന്ന് കഴിഞ്ഞാൽ ബദരിയിൽ നിന്നും മനാ ഗ്രാമത്തിലേക്ക് നമ്മൾ പോകും. അതായത് സാധാരണ പറയുന്നത് ഇന്ത്യയിലെ അവസാനത്തെ വില്ലേജ്, ലാസ്റ്റ് വില്ലേജ് എന്നൊക്കെ പറയും മനാ ഗ്രാമത്തെ. ഈ മനാ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴി സരസ്വതി നദി ഉത്ഭവിക്കുന്നതായ ഒരു സ്ഥലം കാണാം. പിന്നീട് അത് അളകനന്ദയിലേക്ക് പോയി ലയിക്കുകയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ സരസ്വതി നദി യഥാർത്ഥത്തിൽ അത് ചില ഐതിഹ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സരസ്വതി നദിയെ ഗണപതിക്ക് മഹാഭാരതം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സരസ്വതി നദി ഒഴുകുന്നതായ ശബ്ദം വലിയ ശല്യം ഉണ്ടാക്കി എന്നും, അങ്ങനെ ഗണപതി ശപിച്ചിട്ടാണ് അത് അപ്രത്യക്ഷമായെന്നൊക്കെ കഥകൾ പറയുന്നുണ്ട്. കഥകൾ അവിടെ നിന്നുകൊള്ളട്ടെ. സാധാരണ ഭൂകമ്പമോ അല്ലെങ്കിൽ അതുപോലുള്ളതായ ഭൂമിയിലുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളുടെ ഫലമായിട്ടായിരിക്കാം ഈ നദി അപ്രത്യക്ഷമായത്. ഇന്നും അത് 40 or 60 മീറ്റർ താഴ്ചയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇത് ഐസക് സാറ് സൂചിപ്പിക്കുന്നു ഈ നദിയെക്കുറിച്ച്. മഹാഭാരതത്തിൽ വരെയും ഈ നദിയെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. മഹാഭാരതത്തിൽ വരെയും പരാമർശമുണ്ട്, വേദങ്ങളിൽ മാത്രമല്ല. മഹാഭാരതത്തിലും ഈ സരസ്വതി നദിയെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മഹാഭാരത കാലത്തിന് ശേഷമാണ് ഈ നദി അപ്രത്യക്ഷമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൺമറഞ്ഞ സരസ്വതി നദിയും അതിന്റെ സമൃദ്ധമായ തീരങ്ങളും വളർത്തിയെടുത്ത നാഗരികതയെ സൈന്ധവ നാഗരികത എന്ന ഓമന പേരിൽ ലോകസമക്ഷം അവതരിപ്പിച്ച ഓറിയന്റലിസ്റ്റ് ചരിത്രകാരന്മാർ പിൽക്കാല ഉത്ഖനനങ്ങളെ കണ്ടിൽ നിന്ന് നടിക്കുന്നതായി കാണാം. ഈ ഉത്ഖനനങ്ങൾ നടത്തുന്നത് ദയാറാം സാഗ്നി എന്ന് പറയുന്നതായ ഒരു ഭാരതീയനായ ചരിത്ര ഗവേഷകനാണ്. ഈ പറയുന്ന പുരാവസ്തു ശാസ്ത്രകാരനും ഗവേഷകനും ഒക്കെ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം അന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അന്ന് ബ്രിട്ടീഷുകാരുടെ കീഴിലാണ്, 1921 കാലഘട്ടത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ് എന്ന് ജോൺ മാർഷൽ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം, ആജ്ഞപ്രകാരം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഹാരപ്പ എന്ന് പറയുന്ന പ്രദേശത്ത്, ഇന്ന് പാകിസ്ഥാനിലാണ് ഈ ഹാരപ്പ എന്ന് പറയുന്നത്, ഹാരപ്പ മൊഹൻജൊദാരോ, നമുക്കറിയാം. ഈ 2 സ്ഥലങ്ങളാണ് ഈ സൈന്ധവ നാഗരികതയുമായി ബന്ധപ്പെട്ട പ്രധാന ഉത്ഖനന പ്രദേശങ്ങൾ. നമുക്കറിയാം ആദ്യ കാലഘട്ടത്തിലേത്. ഈ ഹാരപ്പയിലാണ് ആദ്യം ഗവേഷണം നടക്കുന്നത്. ആ ഹാരപ്പയിൽ ഉത്ഖനനം നടത്തുന്നതിന് നേതൃത്വം കൊടുത്ത ആളാണ് ദയാറാം സാഗ്നി എന്ന് പറയുന്ന ഭാരതീയനായ ശാസ്ത്രകാരൻ അല്ലെങ്കിൽ ചരിത്രകാരൻ എന്ന് നമുക്ക് പറയാം. പിന്നീട് ധാരാളം ഗവേഷണങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് നടന്നു. ഇന്ത്യയിൽ തന്നെ ഗുജറാത്ത് ഇതിന്റെ ഒരു മേഖലയാണ്. ഈ സിന്ധു നാഗരികതയുടെ ധാരാളം അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിനോട് ചേർന്നാണല്ലോ പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യ കിടക്കുന്നത്. ഈ സിന്ധു പ്രവിശ്യയിൽ ധാരാളം സ്ഥലങ്ങൾ വരുന്നത്, പക്ഷെ അത് പാകിസ്ഥാനിലാണ്. അതുപോലെ പഞ്ചാബും 2ആണ്. ഭാരതത്തിലുള്ള പഞ്ചാബ് പോലെ തന്നെ പാകിസ്ഥാൻ പ്രദേശത്ത് ഒരു പഞ്ചാബുണ്ട്. ഈ 2 പഞ്ചാബിലും ധാരാളം ഉത്ഖനന പ്രദേശങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോ ഗുജറാത്തിൽ ലോത്തൽ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ലോത്തലിലും ഇതേപോലെ തന്നെ ഈ ഉത്ഖനനം നടന്നുള്ള സ്ഥലമാണ്. അതുപോലെ കലിംബംഗാൻ എന്ന് പറയുന്ന സ്ഥലം, ഇദ്ദേഹം തന്നെ ചില സ്ഥലങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാനൊന്ന് വായിക്കാം.
അതായത് ഇന്ത്യയില് ഗുജറാത്ത്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഹരിയാന ഈ സംസ്ഥാനങ്ങളാണ് കൂടുതൽ ഈ ഉത്ഖനന സ്ഥലങ്ങൾ കണ്ടുകിട്ടിയിട്ടുള്ള സ്ഥലങ്ങള്. പിന്നെ എല്ലാം പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ, സിന്ധ്, പഞ്ചാബ് ഈ പ്രവിശ്യകളാണ് സിന്ധു നദിയുടെ നാഗരികതയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഉത്ഖനന പ്രദേശങ്ങള് അല്ലെങ്കിൽ ഗവേഷണ സ്ഥലങ്ങള് കണ്ടുകിട്ടിയിട്ടുള്ളത്. പിന്നെ മഹാരാഷ്ട്രയിൽ ഒരേ ഒരു സ്ഥലം ഈ ഉത്ഖനനം നടത്തിയ സ്ഥലമായിട്ട് പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ഏകദേശം 1000-ഓളം സൈറ്റുകളുണ്ട്. ഇൻഡസ് വാലി സൈറ്റുകൾ എന്ന് പറയുന്ന 1000-ഓളം സൈറ്റുകളുണ്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട്. പക്ഷെ ഇന്ന് പ്രധാനപ്പെട്ടതായ ഉത്ഖനന പ്രദേശങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനിലാണ്. കാരണം സിന്ധു നദി പ്രധാനമായും ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ് എന്നതുകൊണ്ട് പാകിസ്ഥാനിലാണ് കൂടുതൽ ഉത്ഖനന പ്രദേശങ്ങളും നമ്മൾ ഇന്ന് കാണുന്നത്. ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുറച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ ബലൂചിസ്ഥാൻ മുതൽ കിഴക്ക് ഉത്തർപ്രദേശം വരെയും തെക്ക് ഗുജറാത്തിന്റെ തീരങ്ങൾ വരെയും വരുന്ന വിവിധ പ്രദേശങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഇതിന്റെ അവശിഷ്ടങ്ങൾ ഇതിൽ ചില സ്ഥലങ്ങൾ ദാബർകോട്ട്, ഇത് ബലൂചിസ്ഥാനിൽ ഉള്ളൊരു സ്ഥലമാണ് ദാബർകോട്ട്. അതുപോലെ രംഗപൂര് ഗുജറാത്തിലുള്ള സ്ഥലമാണ്. ബിക്കാനീറിനടുത്തുള്ള സ്ഥലങ്ങൾ, ബിക്കാനീർ രാജസ്ഥാനിലാണ്. രാജസ്ഥാനും ഈ ഉത്ഖനന പ്രദേശങ്ങൾ ധാരാളം കണ്ടുകിട്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ഇതുപോലെ ധാരാളം സ്ഥലങ്ങൾ വീണ്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ സ്ഥലങ്ങള് 1000-ഓളം സ്ഥലങ്ങളൊന്നും ഇതിനകത്ത് വിവരിക്കാൻ പറ്റാത്തത് കൊണ്ട് നാം പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട സ്ഥലങ്ങള് മോഹൻജോദാരോ ഹാരപ്പയും ഇദ്ദേഹം ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല. പക്ഷേ ആദ്യകാല ഉത്ഖനനങ്ങൾ നടന്നത് അവിടെയാണ്. പക്ഷേ ഈ ദാബർകോട്ടൊക്കെ പിന്നീട് നടന്നതാണ്. ദാബർകോട്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഈ ഉത്ഖനനം നടക്കുന്നത് പിൽക്കാലത്താണ്. അതുപോലെ തന്നെ രഖി മർഹി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഹരിയാനയിലോ മറ്റോ. ഇപ്പൊ പറയുന്നു അതായിരിക്കണം ഏറ്റവും പ്രാചീനമായ ഒരു സ്ഥലം എന്നും പറയപ്പെടുന്നുണ്ട്. ഞാനിത് ഇതിനകത്ത് ഇല്ലാത്ത കുറേ സ്ഥലങ്ങളെ കൂടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കൂടുതൽ പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോ അത് അദ്ദേഹം പറയുന്നു. എന്നിട്ട് ആര്യന്മാർ എന്നൊരു സങ്കല്പവർഗം ഈ പറയുന്ന നാഗരികതയെ നശിപ്പിച്ചതായിട്ട് കൊളോണിയൽ ചരിത്രകാരന്മാർ പറയുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സങ്കല്പവർഗം, ഞാൻ നേരത്തെ പറഞ്ഞു ആര്യന്മാർ എന്ന് പറയുന്ന ഒരു വർഗമില്ല, അത് യൂറോപ്പിൽ നിന്ന് വന്നവരാണ് എന്ന് പറയുന്നതിനുള്ള കാരണം എന്തെങ്കിലും നമുക്ക് ബൗദ്ധികമായിട്ടും നമ്മുടെ പുരോഗതിക്ക് അടിസ്ഥാനപരമായിട്ടും സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂറോപ്യന്മാരാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ബ്രിട്ടീഷ് ചരിത്ര ഗവേഷകരും അവരുടെ വാലാട്ടികളായി നിന്നിട്ടുള്ള, അവർക്ക് വേണ്ടി ചരിത്ര ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള നമ്മുടെ നാട്ടിലെ അക്കാദമിക ചരിത്രകാരന്മാരും ഇടതുപക്ഷ ചരിത്രകാരന്മാരും ഇപ്പോഴും പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം ഈ ആര്യന്മാർ എന്ന് പറയുന്നവർ യൂറോപ്പിൽ നിന്ന് വന്നവരാണ് എന്നാണ്. എന്തെങ്കിലും നല്ലത് ഈ നാട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് യൂറോപ്യൻ ബീജത്തിൽ നിന്നാവട്ടെ എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഫലമാണ് ഇത്തരത്തിലുള്ളതായ ചരിത്രപരമായ തെറ്റുകൾ നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സരസ്വതി നദിയുടെ പോഷാനദികളെന്ന സത്ലജും യമുനയും സരസ്വതി നദിയിൽ നിന്നും മാറി ഒഴുകി യഥാക്രമം സിന്ധുവിലും ഗംഗയിലും ചേർന്നതോടുകൂടി, അത് ഞാൻ പറഞ്ഞാണ് ഈ സംഭവം തുടക്കത്തിൽ തന്നെ. അങ്ങനെയാണ് സരസ്വതി തീരങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ ധാരാളം ഹൈന്ദവ നാഗരികതാ കേന്ദ്രങ്ങൾ തകർന്നുപോയി. സരസ്വതി നദി അപ്രത്യക്ഷമായത് ഭൂകമ്പം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടാണ്. അപ്പൊ എന്തു സംഭവിച്ചു? സരസ്വതി നദീതടത്തിൽ വളർന്നു വന്ന ഹൈന്ദവ നാഗരികതാ കേന്ദ്രങ്ങളും അതോടൊപ്പം തകർന്നുപോയി. ഈ സരസ്വതി നദിയുടെ പോഷക നദികളായിട്ടുള്ള സത്ലജ് സിന്ധുവിലേക്ക് നിലയിച്ചു. അതുപോലെ യമുന ഗംഗയിലും ചെന്ന് ചേർന്നു. ഇന്നും ഈ സത്ലജും ഗംഗയും യമുനയും ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ സത്ലജ് സിന്ധുവിന്റെ പോഷക നദിയും ട്രൈബ്യൂട്ടറിയും, അതുപോലെ തന്നെ യമുനയാകട്ടെ ഗംഗയുടെ ട്രൈബ്യൂട്ടറിയുമായിട്ടാണ് അല്ലെങ്കിൽ പോഷക നദിയുമായിട്ടാണ് അറിയപ്പെടുന്നത് എന്നർത്ഥം. അപ്പൊ അങ്ങനെ അത് തകർന്നടിഞ്ഞു പോയത് സരസ്വതി നദി അപ്രത്യക്ഷമായതോടു കൂടിയാണ് എന്നർത്ഥം. അതുവരെ ഇതെല്ലാം തന്നെ നമുക്കറിയാം. ഈ നദിയും ഈ നദിയുമായി ചേർന്ന് കിടന്നിരുന്നതായ ഹൈന്ദവ നാഗരിക കേന്ദ്രങ്ങളുമെല്ലാം വേദകാലഘട്ടത്തിൽ നിലനിന്നിരുന്നവയാണ്. അന്ന് നമ്മളിപ്പോ അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം നമുക്കുണ്ടല്ലോ, അതൊരു സങ്കല്പം മാത്രമായിട്ട് നിൽക്കുകയാണല്ലോ. അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ. ആ അഖണ്ഡ ഭാരതത്തിൽ ഇന്നുള്ള ബർമയും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ ഈ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളതായ ഒരു അഖണ്ഡ ഭാരതം അതിന്റെ പൂർണ്ണാവസ്ഥയിൽ നിന്നിരുന്നു അന്ന്. ഈ സരസ്വതി തീരത്ത് ഹൈന്ദവ നാഗരിക കേന്ദ്രങ്ങൾ വളർച്ച പ്രാപിച്ച കാലത്ത്, ഈ വേദകാലഘട്ടത്തിൽ നമ്മുടെ അഖണ്ഡ ഭാരതം
അതിൻ്റെ പരിപൂർണമായ വൈഭവത്തിൽ ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. പിൽക്കാലത്ത് അത് തകർന്നതിന്റെ ചരിത്രമൊക്കെ നമ്മളും കുറെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. വിഷ്ണു പുരാണത്തില് പറയുന്ന ഒരു ശ്ലോകവും അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. ആ വിഷ്ണു പുരാണത്തിൽ പറയുന്ന ശ്ലോകം അനുസരിച്ച് സമുദ്രത്തിന് വടക്കോട്ടും ഹിമാലയ പർവ്വതത്തിന് തെക്കോട്ടുമുള്ളതായ പ്രദേശത്തെയാണ് ഭാരതവർഷം എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഭാരതത്തിൽ രാജകീയ സൗജന്യങ്ങളുടെ തണലില്ലാതെ വളർന്നു പന്തലിച്ച ഹൈന്ദവ സംസ്കാരത്തെയും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ്. അതായത് ഇവിടെ ഹൈന്ദവത വളർന്നത്, ഹൈന്ദവ സംസ്കാരം വളർന്നത്, ഹൈന്ദവ നാഗരികത വളർന്നത് സത്യത്തിൽ ആരുടെയും സംരക്ഷണയിലല്ല. നമ്മൾ യുഗകൽപ്പനകളിലൊക്കെ പറയുമ്പോൾ കൃതയുഗത്തെയൊക്കെ പറയും. ഈ കൃതയുഗത്തിലൊക്കെ നമ്മൾ രാജഭരണത്തെ കുറിച്ച് പറയുന്നതേയില്ല. സത്യയുഗത്തിൽ എവിടെയാണ് രാജഭരണം പറയുന്നത്? ഇല്ല. അത് ഇവിടെ ഉണ്ടായിരുന്ന സംസ്കാരം ഹിന്ദുവിൻ്റെതായിരുന്നു. അതിൽ ആര്യൻ ദ്രാവിഡൻ എന്നൊക്കെയുള്ള വിഭജനം പിന്നീട് കൊണ്ടുവന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരം ഹിന്ദുവിന്റെ സംസ്കാരമാണ്. ആ സംസ്കാരം അനാദിയാണ് എന്ന് പറയാം. നമ്മൾ എന്ന് തുടങ്ങി എന്ന് പറയാൻ പോലും പറ്റാത്തത്രയും പഴക്കമുള്ള ഒരു കാലത്താണ് ആ സംസ്കാരം തുടങ്ങിയിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു രാജാവിന്റെ സംരക്ഷണയിലല്ല ആ സംസ്കാരം പരിപോഷിപ്പിക്കപ്പെട്ടത്. പക്ഷേ പിൽക്കാലത്ത് പല രാജാക്കന്മാരും അതിന് സംരക്ഷണം തന്നിട്ടുണ്ടാകാം എന്നല്ലാതെ ഏതെങ്കിലും ഒരു രാജാവിൻ്റെയോ ചക്രവർത്തിയുടെയോ സംരക്ഷണത്തിൽ വളർന്നു വന്നു എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ സ്വാഭാവികമായ ഒരു കരുത്തുണ്ട്, അതിന് ഒരു ഇന്നർ ഹെൽത്ത് ഉണ്ട്. ഈ ഇന്നർ ഹെൽത്ത് ഉള്ളത് കൊണ്ടാണ് ഹിന്ദു സംസ്കാരത്തെ ഇന്നും ആർക്കും മുറിവേൽപ്പിക്കാൻ കഴിയാത്തത്. ഈ സംസ്കാരം ഇന്നും തുടർന്നു പോകുന്നതിന് കാരണം ആ ഇന്നർ ഹെൽത്താണ്. ഈ ആന്തരികമായ ആരോഗ്യമാണ്, ശക്തിയാണ്, കരുത്താണ്. ഈ ആന്തരികമായ കരുത്തിനെ സംരക്ഷിച്ച് നിർത്തുക എന്നതാണ് നമ്മുടെ ദൗത്യവും. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഉള്ളിടത്തോളം കാലം ഹിന്ദു സംസ്കാരത്തെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എത്രയോ നൂറ്റാണ്ടുകളായി ആരെല്ലാം പരിശ്രമിക്കുന്നു ഇതിനെ ഇല്ലാണ്ടാക്കാൻ. ഇപ്പോഴും പരിശ്രമിക്കുന്നില്ല എത്രയോ ആളുകൾ. കാലങ്ങളായിട്ട് നമുക്കറിയാം എത്രയോ നമ്മളെല്ലാവരെയും അതിഥികളായി സ്വീകരിച്ചവരാണ്. ഇസ്ലാം രാജാക്കന്മാരെ അതിഥികളായി സ്വീകരിച്ചു. അതുപോലെ തന്നെ ക്രൈസ്തവരെ നമ്മൾ അതിഥികളായിട്ട് സ്വീകരിച്ചു. മറ്റേതെല്ലാം വംശക്കാരെ സ്വീകരിച്ചു. ആരെല്ലാം വന്നു? ഹൂണന്മാർ വന്നു, മുഗളന്മാർ വന്നു, കുഷാനന്മാർ വന്നു. ഇവരെല്ലാവരും വന്നു നമ്മുടെ നാട്ടിൽ. ബ്രിട്ടീഷുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, ഡച്ചുകാർ വന്നു. ഇവരെല്ലാവരും വന്നു. ഇവരിൽ പലരും നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതെയാക്കാനും നമ്മുടെ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള ജനതയെ, ഹിന്ദു ജനതയെ മതം മാറ്റി മറ്റു മതത്തിലേക്ക് കൊണ്ടുപോകാനും ശ്രമിച്ചിട്ട് എത്രയോ നൂറ്റാണ്ടുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്നും അവർക്ക് ആ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹിന്ദു സംസ്കാരത്തിന്റെ ആന്തരിക കരുത്താണ്. പിൽക്കാലത്ത് രാജാക്കന്മാരെല്ലാം സംരക്ഷിച്ചിട്ടുണ്ടാവാം, പക്ഷെ ആന്തരിക കരുത്ത് നേരത്തെ തന്നെയും ഹിന്ദു സംസ്കാരത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഐസക് സാറ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ യുഗങ്ങളുടെ ചരിത്രത്തെ ചുരുക്കി കാണിക്കുന്നതിന് ഒരു ശ്രമവും ഉണ്ടായി. യുഗങ്ങളുടെ ചരിത്രം എന്ന് പറയുമ്പോൾ യുഗ കൽപ്പനകൾ നമുക്കറിയാം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അത് വിശദമായിട്ട് പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അത്രയൊന്നും പറഞ്ഞു പോകാൻ സാധിക്കില്ല. നമ്മളെ യുഗകൽപ്പനകൾ നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യയുഗം, അതുപോലെ തന്നെ ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അങ്ങനെയാണല്ലോ ചതുർയുഗത്തെ നമ്മൾ പറയുന്നത്. അങ്ങനെ അത് 71 ചതുർയുഗം ചേർന്നാൽ ഒരു മന്വന്തരമായി എന്നും 14 മന്വന്തരം ചേർന്നാൽ ബ്രഹ്മാവിന്റെ ഒരു പകലായി എന്നും അത്രയും തന്നെ ദൈർഘ്യം വന്നാൽ ബ്രഹ്മാവിന്റെ ഒരു രാത്രിയായി എന്നും അത് ഒരു ബ്രഹ്മ ദിവസമാണ് എന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. കലിയുഗത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 4,30,000 വർഷമാണ് എന്നും ഒരു ചതുർയുഗത്തിന്റെ ദൈർഘ്യം 43,20,000 വർഷമാണ് എന്നും ഒക്കെ അതിന്റെ കണക്കുകൾ പറയുന്നുണ്ട്. ഇതിനെ ശാസ്ത്രീയമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത് അങ്ങനെ തന്നെ ആവണമെന്നില്ല. പക്ഷേ അതങ്ങനെ തന്നെ തള്ളിക്കളയുകയാണ് ഈ ആധുനിക കാലത്തെ ഈ നമ്മളെയെല്ലാം അധിക്ഷേപിക്കുവാൻ വേണ്ടി ചരിത്രം എഴുതുന്നതായിട്ടുള്ള കപട ചരിത്രകാരന്മാർ എന്നാണ് ഇദ്ദേഹം പറയുന്നതിന്റെ കാരണം. ആധ്യാത്മികതയും ശാസ്ത്രവും പരസ്പരം ഏറ്റുമുട്ടിന്റെ കഥ മാത്രം അറിയാവുന്ന ഒരു സമൂഹത്തിനുണ്ടായ ബുദ്ധിമുട്ടാണ് നമ്മുടെ ആയിരക്കണക്കിന് വർഷം ചരിത്രത്തെ കണ്ടില്ല എന്ന് നടിക്കുവാനും കെട്ടുകഥകളാണ് എന്ന് പറയിപ്പിക്കുവാനും പാശ്ചാത്യന്മാരെ പ്രേരിപ്പിച്ചത്. ഇതേപോലെ തന്നെ സൈന്ധവ നാഗരികത എന്ന് വിളിക്കപ്പെടുന്ന സാരസ്വതിക നാഗരികതയെ ഹിന്ദു സംസ്കാരത്തിൽ വേർപെടുത്തി കാണാനുള്ള ബോധപൂർവമായ ശ്രമം അധിനിവേശാനന്തര ഭാരതചരിത്രയുടെ മുഖമുദ്രയായി മാറുകയും ചെയ്തു. അതായത് സിന്ധു നാഗരികത എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രാകൃതമായ ദ്രാവിഡന്മാരുടെ നാഗരികതയായിരുന്നു എന്നും അവിടെ ആര്യന്മാർ അധിനിവേശം നടത്തിയെന്നും പിന്നീടുണ്ടായത് യൂറോപ്യൻ ബീജത്തിൽ ഉണ്ടായതായ ആര്യന്മാരുടെ സംസ്കാരമാണ് എന്നും പറഞ്ഞുകൊണ്ട് സൈന്ധവ നാഗരികത ഒരു ഹിന്ദു നാഗരികതയെ അല്ലായിരുന്നു എന്നും
അതിനെല്ലാം ശേഷം പിൽക്കാലത്താണ് ഈ പറയുന്ന ഹിന്ദു സിവിലൈസേഷൻ ഉണ്ടാകുന്നത് എന്നും പറഞ്ഞ് സൈന്ധവ നാഗരികതയെ ഹിന്ദു നാഗരികതയുടെ പ്രാരംഭ ദശയായിട്ട് കാണാതിരിക്കുവാൻ ചരിത്രകാരന്മാർ ബോധപൂർവം ശ്രമിക്കുകയും അത് ചരിത്ര പുസ്തകങ്ങളിലൂടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതും കൂടാ ഭാരതത്തിന്റെ അളവറ്റ സമ്പത്തിന്റെ മേൽ കണ്ണുവെച്ച പാശ്ചാത്യർക്ക് അത് നമ്മൾ ആവശ്യത്തിനൊന്നും പോകണ്ട, കാരണം സമയമില്ലാത്തതുകൊണ്ട്. എന്നാൽ നമ്മുടെ പല പണ്ഡിതന്മാരും ഈ പാശ്ചാത്യരുടെ ഈ ചരിത്ര ഗവേഷണ ഫലങ്ങളെ അപ്പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതില് ഒരാളാണ് BR അംബേദ്കർ. നമ്മുടെ ഭരണഘടനാ ശില്പി എന്ന് പറയുന്ന അംബേദ്കർ തന്നെയും ഈ കഴമ്പില്ലായ്മ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വേദങ്ങളിൽ പാണ്ഡിത്യം നേടി വാദത്തിന്റെ കഴമ്പില്ലായ്മ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ആര്യന്മാരും ദ്രാവിഡരും തമ്മിലൊരു സംഘർഷമുണ്ടായി എന്നും ആ സംഘർഷന്റെ ചരിത്രത്തെ എല്ലാം പറഞ്ഞു. ഒരു സംഘർഷവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ആര്യന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം വന്ന് ആക്രമിച്ചിട്ടുമില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം അംബേദ്കറിനെ പോലുള്ള ആളുകൾ അംഗീകരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു, തിലകൻ ആദ്യകാലത്ത് നേരത്തെ പറഞ്ഞ യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ധ്രുവപ്രദേശത്ത് നിന്ന് വന്നെന്ന് പോലും പറഞ്ഞ എഴുത്തുകാരന്മാരുണ്ട്. അതിനെല്ലാം അംഗീകരിച്ച ആളാണെങ്കിലും പിൽക്കാലത്ത് അതെല്ലാം തിലകനും തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മളോട് പറയുന്നു. അതുപോലെ ഇദ്ദേഹം പറയുന്നത് നേരത്തെ പറഞ്ഞാണ്, ഭാരതത്തിലെ ബ്രാഹ്മണരിൽ അതായത് ആര്യന്മാരായി ചിത്രീകരിക്കപ്പെട്ട ഹൈന്ദവരാണ് ഈ ബ്രാഹ്മണർ എന്ന് പറയുന്നത്. ആ ബ്രാഹ്മണരിൽ തന്നെ പഞ്ചദ്രാവിഡരും പഞ്ചഗൗഡരും ഉണ്ട്. ഈ ദ്രാവിഡം എന്ന് പറയുന്നത് ദക്ഷിണ ദേശത്തെയാണ്, ഈ ജനസമൂഹത്തെ അല്ല. ഈ പഞ്ചദ്രാവിഡർ എന്ന് പറയുന്ന ബ്രാഹ്മണർ കേരളം, കർണാടകം, തമിഴ്നാട്, അതുപോലെ തെലുങ്ക് നാട്, ഇന്ന് നമ്മൾ ആന്ധ്ര എന്നും തെലുങ്ക് ദേശം എന്നൊക്കെ പറയുന്നതായിട്ടുള്ള പ്രദേശങ്ങൾ, ഈ സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നതായ ബ്രാഹ്മണ വർഗമാണ് ഈ പറഞ്ഞ പഞ്ചദ്രാവിഡർ എന്ന് പറയുന്ന 5 തരം ബ്രാഹ്മണരെയാണ് അവിടെ പറയുന്നത്. പഞ്ചഗൗഡർ എന്ന് പറയുന്നത് വിന്ധ്യപർവ്വതത്തിന് തെക്ക് ഭാഗത്തെയാണ് പഞ്ചദ്രാവിഡരെങ്കിൽ വിന്ധ്യപർവ്വതത്തിന് വടക്ക് ഭാഗത്ത് വരുന്ന ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ബ്രാഹ്മണരെയാണ് പഞ്ചഗൗഡർ എന്ന് പറയുന്നത്. അത് ബംഗാളില്, ബീഹാറില്, അതുപോലെ തന്നെ കാശ്മീരില്, ഉത്തർപ്രദേശില്, ഗുജറാത്തില് ഒക്കെ ഉണ്ടായിരുന്നതായിട്ടുള്ള, മഹാരാഷ്ട്രയില് ഒക്കെ ഉണ്ടായിരുന്നതായിട്ടുള്ള ബ്രാഹ്മണർ. അപ്പൊ ആ പേരിൽ നിന്നാണ് ദ്രാവിഡം എന്ന പേര് വന്നത്. അല്ല, ദ്രാവിഡം ഒരു സമൂഹത്തിന്റെ പേരല്ല, ഭൂപ്രകൃതിപരമായിട്ട് പറയുന്ന ഒരു നാമം മാത്രമാണ് എന്ന് ഐസക് സാറ് സൂചിപ്പിക്കുന്നുണ്ട്. കണ്ടോ, എന്ന് 2 വിഭാഗങ്ങൾ നിലനിൽക്കുന്നു എന്ന വസ്തുത കണക്കിലെടുക്കാതെ ആര്യദ്രാവിഡ സംഘർഷത്തിന്റെ ചരിത്രം മെനഞ്ഞത് ഭാരതത്തിന്റെ മാത്രം പ്രത്യേകത എന്ന് പറയാവുന്ന രാജകീയ പരിപാലനം ഇല്ലാതെ വളർന്നു പന്തലിച്ച ഹിന്ദു ദേശീയതയും സംസ്കാരത്തെയും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ പ്രക്രിയയിലൂടെ ഭാരതീയരെ ഭിന്നിപ്പിച്ച് ദീർഘകാലം ഈ രാഷ്ട്രത്തിന്റെ മേലുള്ള അവരുടെ നിയന്ത്രണം തുടരാം എന്ന ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നു. ഇതൊട്ടൊക്കെ വിജയിച്ചതായി സമകാലിക സംഭവങ്ങൾ തെളിയിക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ പാശ്ചാത്യ ക്രിസ്ത്യൻ പക്ഷപാത സമീപനം സത്യങ്ങളെ അടിച്ചമർത്തുകയും വൈദിക നാഗരികതയും സംസ്കാരത്തെയും ദോഷാരോപണ വിധേയമാക്കി നമ്മുടെ അക്കാദമിക തലത്തെ മലിനപ്പെടുത്തുകയും ചെയ്തു. അതായത് ഭാരത ജനതയെ ആര്യൻ ദ്രാവിഡൻ എന്ന് പറഞ്ഞ് ഭിന്നിപ്പിച്ചു നിർത്തുക എന്ന തന്ത്രമാണ് ഇവിടെ ഇവർ ഉപയോഗിച്ചത്. ഒരു പരിധി വരെ അത് വിജയിച്ചിട്ടുണ്ട്. അതിപ്പോഴും അതിൻ്റെ ദുഷ്ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും ആ ഭിന്നിപ്പ് നമ്മുടെ ജനങ്ങൾക്കിടയിൽ കാണാനുണ്ട്. ദ്രാവിഡ വർഗമെന്നും ആര്യവർഗമെന്നും പറഞ്ഞ് ഒന്ന് ശ്രേഷ്ഠവർഗവും ഒന്ന് അധമവർഗം എന്നും പറഞ്ഞ് ഇന്നും ജനങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്നത് അന്ന് തുടങ്ങി വെച്ചതാണ്. അതിൽ അവർക്ക് ഒരു പരിധിവരെ വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരു യാഥാർത്ഥ്യമാണ് എന്നും ഐസക് സാറ് പറയുന്നു. പുരാതന ഭാരതത്തിന്റെ രാജനൈതിക രംഗം ഒരിക്കലും ചൂഷണത്തിൻ്റെത് അടിച്ചമർത്തേണ്ടതായിരുന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന ധാർമ്മിക വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ക്ഷേമ സമൂഹത്തിൻ്റെതായിരുന്നു. ജനപദങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന നിരവധി ജനാധിപത്യ ഭരണകൂടങ്ങൾ ഭാരതത്തിൽ നിലവിലിരുന്നു. അതായത് നമ്മുടെ പുരാതന സാമ്രാജ്യങ്ങളൊന്നും നാം ഇന്ന് പറയുന്നതുപോലെ, ഇന്ന് ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത് പോലെ ആരെയെങ്കിലും അടിച്ചമർത്തുകയോ ആരെയെങ്കിലും ചൂഷണം ചെയ്യുകയോ എവിടെയെങ്കിലും പോയി മറ്റുള്ളവരെ ആക്രമിച്ച് വെട്ടിപ്പിടിക്കുകയോ ചെയ്തതായ സമൂഹങ്ങളല്ല. നമുക്കറിയാലോ, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാലോ, ഇന്ത്യ എവിടെയാണ്, ഭാരതം എവിടെയാണ് ഭാരതത്തിന് പുറത്തുപോയി ഒരു രാജ്യം വെട്ടിപ്പിടിച്ച് ആക്രമിച്ച് കൂടെ ചേർത്തിട്ടുള്ളത്? ഒരിടത്തും ചെയ്തിട്ടില്ല. ഭാരതം ആക്രമണകാരികളുടെ സമൂഹമേ ആയിരുന്നില്ല. എന്നാൽ അവരിങ്ങോട്ട് വന്നു, നമ്മളെ ആക്രമിച്ചു, കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയി ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നമ്മൾക്ക് ധാരാളം മഹാസാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു.
ഇപ്പോ അംഗരാജ്യം, മഗധ രാജ്യം എന്നൊക്കെ പറയുന്ന ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ ബീഹാറിലും അതുപോലെ അതിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ കിടക്കുന്ന ബീഹാർ, ബംഗാൾ മുതലായ പ്രദേശങ്ങളിൽ കിടക്കുന്ന രാജ്യങ്ങളാണിതെല്ലാം. അംഗം, മഗധം, അതിൽ അയോധ്യ, കുരു, പാഞ്ചാലം. കുരു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡൽഹി എല്ലാം കുരു വംശത്തിന്റെ ഭരണത്തിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളായിരുന്നു. അതുപോലെ ഇന്ദ്രപ്രസ്ഥം, കാശി, കാഞ്ചി, മധുര തുടങ്ങിയ നഗരങ്ങള് ഇതെല്ലാം ഐസക് സാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിരവധിയായ പട്ടണങ്ങളെ കൂട്ടിച്ചേർത്തും ദേശീയപാത ഇക്കാലത്തുണ്ടായിരുന്നു. ഇതിന് ഉത്തരപാത എന്നാണ് വിളിച്ചിരുന്നത്. കാമരൂപം മുതൽ മധ്യേഷ്യയിലെ സിൽക്ക് റൂട്ട് വരെയായിരുന്നു ഇതിന്റെ നീളം. കാമരൂപം ഇന്നത്തെ ആസാം പ്രദേശമാണ് ഈ കാമരൂപം എന്ന് പറയുന്നത്. വാണിജ്യ വ്യവസായ മേഖലയിൽ പുഷ്ടിപ്പെടുത്തുന്നതിലും ഭാരതത്തിന്റെ പല ഉൽപ്പന്നങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിലും ഈ ദേശീയപാത ഉപകരിച്ചിരുന്നു. ഇപ്പൊ ഈ സിൽക്ക് റൂട്ട് പുനരുജ്ജീവിപ്പിക്കുവാൻ പോണു എന്ന് ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത കണ്ടിരുന്നു. സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് ഭാരതത്തിൽ നിന്ന് ഇപ്പൊ കാമരൂപം മുതൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ സിൽക്ക് റൂട്ട് വഴിയാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിലെ ധാരാളം ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോയിരുന്നത്. അങ്ങനെ ഒരു ആഗോള വിപണിയുടെ മേധാവിത്വം പോലും ഭാരതത്തിന് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പിൽക്കാലത്ത് ഈ വൈദേശിക ആക്രമണങ്ങളുടെ കാലഘട്ടത്തിലാണ് തകർന്നു പോയത് എന്ന് നാം മനസ്സിലാക്കണം. പിൽക്കാലത്ത് ഭാരതത്തിൽ സാമ്രാജ്യങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി. അത്തരത്തിലെ ആദ്യ സാമ്രാജ്യമായിരുന്നു മൗര്യന്മാരുടേത്. ചന്ദ്രഗുപ്ത മൗര്യനിൽ നിന്നും ആരംഭിച്ച മൗര്യ സാമ്രാജ്യം ആദ്യത്തെ പ്രധാനപ്പെട്ട സാമ്രാജ്യമായിരുന്നു. അതിനു മുമ്പ് ഭരണാധികാരികൾ ഉണ്ടായിരുന്നില്ല എന്നല്ല അതിനർത്ഥം. പക്ഷേ നന്ദന്മാരിൽ നിന്നും മൗര്യന്മാരിലേക്ക് വരുമ്പോൾ മൗര്യ സാമ്രാജ്യം ആണ് ഒരുപക്ഷെ ഭാരതത്തില് BC-യില് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാന സാമ്രാജ്യം മൗര്യ സാമ്രാജ്യവും AD ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാന സാമ്രാജ്യവും ഗുപ്ത സാമ്രാജ്യവുമായിരുന്നു. ഈ ഗുപ്ത ഭരണകാലത്തെ ഭാരതത്തിന്റെ സുവർണകാലം എന്ന് പറയാറുണ്ട്. കാരണം കലയിലും സംസ്കാരത്തിലും എന്ന് വേണ്ട സകല മേഖലകളിലും പുരോഗതി പ്രാപിക്കാൻ കഴിഞ്ഞ ഒരു കാലമായിരുന്നു ഈ ഗുപ്ത കാലഘട്ടം എന്ന് പറയുന്നത്. ആര്യഭട്ടനൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ജ്യോതിശാസ്ത്ര രംഗത്ത് മാത്രമല്ല, അതുപോലെ സാമൂഹിക പുരോഗതിയുടെ രംഗത്തും ഈ ഗുപ്തന്മാര് വളരെ മുന്നിലായിരുന്നത് കൊണ്ട് ഗുപ്ത കാലഘട്ടത്തെ ഭാരത ചരിത്രത്തിന്റെ സുവർണ ദശ എന്ന് പറയാറുണ്ട്. പിന്നീട് ഈ മൗര്യരാജാക്കന്മാരും ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് യത്നിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചൂഷണമോ അടിച്ചമർത്തലോ ഇല്ലാതിരുന്നതായ ഒരു ഭരണകാലമായിരുന്നു ഈ സാമ്രാജ്യങ്ങളുടെ ഭരണകാലം. മൗര്യ സാമ്രാജ്യം പോലും ചിന്തിച്ചത് നമ്മുടെ രാമായണത്തിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ട് ഗാന്ധിജി രാമരാജ്യം എന്ന് വിളിച്ചിരുന്നതായ ഒരു ക്ഷേമരാഷ്ട്രത്തെ സ്ഥാപിക്കാനാണ് ഈ പറയുന്ന രാജവംശങ്ങളെല്ലാം ശ്രമിച്ചത് എന്നതും ഈ ചരിത്രകാരന്മാര് ബോധപൂർവം മറക്കുകയാണ്, അല്ലെങ്കിൽ ബോധപൂർവം മറയ്ക്കുകയാണ് എന്നാണ് അർത്ഥം. അശോകന്റെ ബുദ്ധമാർഗത്തിലുള്ള പരിവർത്തനം അദ്ദേഹത്തിൽ ധർമ്മബോധം വളർത്തുകയാണ് ചെയ്തത്. രാജാവിന്റെ പരിവർത്തനം ഒരിക്കലും പ്രജകളുടെ ഉപാസനാദികളെ സ്വാധീനിച്ചിരുന്നില്ല. അങ്ങനെ സ്വാധീനിക്കാൻ വേണ്ടി രാജാവ് ശ്രമിച്ചില്ല എന്ന ഹൈന്ദവ സംസ്കാരത്തിന്റെ പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രമാണ്. അതായത് അശോകൻ ബുദ്ധമതക്കാരനായിരുന്നില്ല. ബുദ്ധമതത്തിലേക്ക് വന്നപ്പോൾ ജനങ്ങളെല്ലാം ബുദ്ധമതക്കാരനാകണമെന്ന് അശോകൻ പറഞ്ഞിട്ടില്ല, അശോക ചക്രവർത്തി പറഞ്ഞിട്ടില്ല. അന്ന് അശോക ചക്രവർത്തി ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തപ്പോഴും അശോക ചക്രവർത്തിയുടെ കീഴിലുള്ളതായിട്ടുള്ള പ്രജകൾ ഹിന്ദു ആചാരങ്ങൾ അനുസരിച്ച് ഹിന്ദു ജീവിത രീതികൾ അവലംബിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു എന്നർത്ഥം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആ ഹിന്ദു സംസ്കാരത്തെ തകർക്കുവാൻ അശോകൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, അശോകൻ ശ്രമിച്ചാൽ നടക്കുകയുമില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ആന്തരിക കരുത്ത് ഈ ഹിന്ദു സംസ്കാരത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത്. മൗര്യ സാമ്രാജ്യം ശിഥിലമായതിനു ശേഷം നിരവധി ഹിന്ദു രാജ്യങ്ങൾ വന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഭാരതത്തിലെ വിജ്ഞാന വിതരണ സമ്പ്രദായം പണ്ട് മുതലേ ലോകസഭ ഒട്ടനവധി വിദ്യാഭ്യാസ കേന്ദ്ര ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു. അതാണ് ഐസക് സാർ വന്നൊരു പോയിന്റ്. അതായത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അറിവ് നേടുന്നതായിട്ട് ഭാരതത്തിലേക്ക് ഒഴുകിയെത്തിയത് നിരവധി ആളുകളാണ്, നിരവധി ജനസമൂഹങ്ങളാണ്. ഇത് നമുക്ക് പലപ്പോഴും വായിച്ചാൽ കിട്ടുന്നത് ഇവിടേക്ക് വന്ന സഞ്ചാരികളുടെ യാത്രാ വിവരണ ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ്. ഇപ്പോ ആദ്യം നമുക്ക് പറയാവുന്നയാള് മെഗസ്തനീസ് ആണ്. മെഗസ്തനീസിന്റെ ഇൻഡിക്ക എന്നുള്ളത് ഗ്രന്ഥം. അതുപോലെ തന്നെ അതിനുശേഷം അൽബറൂണിയെ കുറിച്ച് പറയുന്ന അൽ ഫാഹിയാൻ, ഹുയാങ്സാങ്, അൽബറൂണി, ഇബ്നു ബത്തൂത്ത, ഇങ്ങനെ മാർക്കോ പോളോ, ഇവരുടെയൊക്കെ യാത്രാവിവരണ കുറിപ്പുകൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഭാരതം എത്ര ഉന്നതമായ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു എന്ന്. നമുക്കറിയാം തക്ഷശില, നളന്ദ, വിക്രമശില, വല്ലഭി, ഇതെല്ലാം ഭാരതത്തിൽ നിലനിന്നുള്ള പ്രധാന സർവകലാശാലകളാണ്. ഏകദേശം 20-ലധികം 23 സർവകലാശാലകളെയെങ്കിലും ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യാകേന്ദ്രങ്ങളായിട്ട് നമുക്ക് പറയാൻ കഴിയും ആ കാലഘട്ടത്തിൽ. പക്ഷെ ഇതെല്ലാം ഇവർ നശിപ്പിച്ചു. ബക്തിയാർ ഖിൽജി
ഇതിൽ ഭാരതത്തിൽ ഉണ്ടായിരുന്ന തക്ഷശില പാകിസ്ഥാനിലാണ്. തക്ഷശില ഇന്നത്തെ പാകിസ്ഥാനാണ്. തക്ഷശില ബാക്കി എല്ലാ സർവകലാശാലയും ഈ പറഞ്ഞതെല്ലാം തന്നെ ഇന്ത്യയിൽ തന്നെയാണ്, ഇന്നത്തെ ഇന്ത്യയിൽ തന്നെയാണ്. പ്രത്യേകിച്ചും ബീഹാറിലായിരുന്നു കൂടുതൽ സർവകലാശാലകൾ ഉണ്ടായിരുന്നത്. ഈ തക്ഷശില നശിപ്പിച്ചത് ഹൂണന്മാരാണെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മറ്റു പല സർവകലാശാലകളും നശിപ്പിച്ചത്, വല്ലഭി ഒഴികെ നശിപ്പിച്ചത് ബക്തിയാർ ഖിൽജി തന്നെയായിരുന്നു. വല്ലഭി എന്ന സ്ഥലത്ത് ഗുജറാത്തിലാണ് ഉണ്ടായിരുന്നത്. അത് തകർത്തത് സത്യത്തിൽ അറേബ്യൻ ആക്രമണകാരികളായിരുന്നു. നളന്ദയിലേക്ക് ആ ലൈബ്രറിയിലെ ഗ്രന്ഥങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചു വാരിയിട്ട് അത് കത്തിച്ചിട്ട് ദിവസങ്ങൾ എടുത്തു എന്നാണ് പറയുന്നത് ആ തീ അണയുന്നതിന്. അത്രയ്ക്ക് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. അത്രയ്ക്കധികം നൂറുകണക്കിന് ആളുകളാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അവിടെ വന്ന് താമസിച്ചതായിട്ട് ഈ യാത്ര, ഇന്ത്യയിലേക്ക് യാത്ര നടത്തിയ അന്നത്തെ വിദേശ സഞ്ചാരികൾ എഴുതി വെച്ചിട്ടുള്ളത്. അതും നമുക്ക് ഓർമ്മ വേണം. കേരളത്തിൽ നമുക്ക് പ്രാചീനമായ സർവകലാശാല എന്ന് പറയുന്നത് കാന്തളൂർ ശാലയായിരുന്നു. കാന്തളൂർ ശാല സത്യത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്തിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. 12ാം നൂറ്റാണ്ടിൽ ഭാരതത്തിലേക്ക് വന്ന മുസ്ലിം ആക്രമണകാരികളുടെ അജ്ഞതയും അസഹിഷ്ണുതയും ഒന്നിനു പുറകെ ഒന്നൊന്നായി നമ്മുടെ എല്ലാ സർവകലാശാലയും നശിപ്പിച്ചു. ഗ്രന്ഥങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞതാണ്. മൗര്യന്മാർക്ക് ശേഷം ഭാരതം കണ്ട ഏറ്റവും പ്രശസ്തമായ സാമ്രാജ്യമായിരുന്നു ഗുപ്തന്മാരുടേത്. അത് ഞാൻ പറഞ്ഞു. ഭാരതത്തിന്റെ സുവർണ ദശയെന്ന് ചിത്രീകരിക്കപ്പെട്ട ഈ കാലഘട്ടം ഹിന്ദു ധർമാധിഷ്ഠിതമായ ഒരു സമൂഹത്തിന്റെ വികാസത്തിൻ്റെതായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ഹിന്ദു സംസ്കാരം സമുദ്രം കടന്ന് പൂർവേഷ്യയിലും പശ്ചിമേഷ്യയിലും വേരോടിയത്. ഇന്ന് നമ്മൾ പറയാറുണ്ട് ബാലിദ്വീപിലും ഇന്തോനേഷ്യയിലുമെല്ലാം ഹിന്ദു സംസ്കാരം, അവരെല്ലാം മതപരമായിട്ട് വേറെ ആളുകളാണെങ്കിലും ഹിന്ദു സംസ്കാരത്തിന്റെ മുദ്രകളാണ് അവരുടെ ജീവിതത്തിൽ ഉടനീളം കാണാവുന്ന നമ്മൾ പറയാറുണ്ട്. രാമായണവുമായി ബന്ധപ്പെട്ട, രാമന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ധാരാളം നാമങ്ങള്, ധാരാളം പേരുകള്, ധാരാളം സ്ഥലങ്ങള് ഒക്കെ ഈ പറയുന്ന സ്ഥലങ്ങളിലുണ്ട്. കംബോഡിയയെല്ലാം നമ്മളിപ്പോ പറയുന്നുണ്ടല്ലോ, ആ പ്രദേശങ്ങളിലൊക്കെ ഈ ഹൈന്ദവ സംസ്കാരം, ഇന്ത്യയുടെ സംസ്കാരം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ജാവയില്, ഇന്തോനേഷ്യയില്, നമ്മൾ നേരത്തെ പറഞ്ഞ ബാലിദ്വീപില് എന്നുവേണ്ടി ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. സുമാത്ര, ബാലി, ഇന്തോനേഷ്യ, ജാവ, കംബോഡിയ മുതലായ സ്ഥലങ്ങളിലെല്ലാം ഈ ഹിന്ദു സംസ്കാരത്തിന്റെ വ്യാപനം നടന്നു. ഈ ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലും അതിനെ തുടർന്നു എന്നർത്ഥം. ലോകത്തിലെ അതിശക്തമായ രാഷ്ട്രീയ സൈനിക ശക്തിയായി മാറിയത് ഈ കാലഘട്ടത്തിലായിരുന്നു എന്നർത്ഥം. ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലായിരുന്നു. സമുദ്രഗുപ്തനെ പോലുള്ള പല രാജാക്കന്മാരും വിദൂര രാജ്യങ്ങളിൽ യുദ്ധം നടത്തി വിജയം വരിച്ചെങ്കിൽ ഒരിക്കലും ചൂഷണാധിഷ്ഠമായി കോളനി വ്യവസ്ഥ നടപ്പാക്കിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യക്ക് പുറത്ത് അതിർത്തി കടന്ന് യുദ്ധം ചെയ്യേണ്ടതായ ഘട്ടങ്ങളിൽ യുദ്ധം ചെയ്തുവെങ്കിലും ആ പ്രദേശങ്ങൾ കീഴടക്കി അത് സ്വന്തം വരുതിയിൽ വെക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. ആ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. രാമായണം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, രാമൻ ലങ്കയില് വിഭീഷണെയാണ് രാജാവാക്കിയിട്ട് പോകുന്നത്. എന്നാൽ രാമന്റെ സഹായത്താലല്ലേ ആ രാവണനെ വിജയിക്കാൻ കഴിഞ്ഞത്. എന്നിട്ടും ആ സ്ഥലം വിഭീഷണൻ വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും വിഭീഷണോട് അത് വേണ്ട, എൻ്റെ ജന്മനാട് എന്ന് പറയുന്നത് ഇല്ലേ, സ്വർഗത്തേക്കാൾ മഹത്തരമാണ് എൻ്റെ ജന്മനാട് എന്ന് വിശ്വസിക്കുകയും എൻ്റെ നാട് അയോധ്യ തന്നെയാണ്, കോസലം തന്നെയാണ് എന്ന് പറയുകയും ചെയ്ത് തിരിച്ചു വന്ന ആളാണല്ലോ രാമൻ. ഈ സംസ്കാരമല്ലേ നമ്മുടേത്. അതുകൊണ്ട് ഭാരതത്തിന് പുറത്ത് നമ്മൾ യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു സ്ഥലവും കീഴ്പ്പെടുത്തി അവരെ ചൂഷണം ചെയ്ത് ഭരിക്കുവാൻ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നർത്ഥം. ഭാരതത്തിൽ സാമ്രാജ്യങ്ങളുടെ കാലഘട്ടം ഉദയം ചെയ്തിട്ട് പോലും യുദ്ധത്തിലും ഭരണത്തിലും നീതിയുദ്ധത്തിലും ഭാരതത്തിന്റെ ധർമ്മസങ്കല്പം ഒളിവങ്ങാൻ നിലനിന്ന് പോരുന്നു. പെറ്റമ്മയും പിന്നെ നാടും സ്വർഗത്തേക്കാൾ ശ്രേയസ്കരമാണെന്നുള്ള പ്രമാണം എന്നും ഭാരതീയനെ കർമ്മബദ്ധരാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന് വിസ്മരിച്ചുകൂടാ. അതായത് ഭാരതത്തിന്, നമ്മുടെ ഹിന്ദു സംസ്കാരത്തിന് സഹജമായൊരു ധർമ്മവ്യവസ്ഥയുണ്ട്. ആ സഹജമായ ധർമ്മവ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ടുള്ള ഭരണമായിരുന്നില്ല ഈ സാമ്രാജ്യങ്ങളിലൊന്നും നടന്നിരുന്നത്. ആ സഹജമായ ധർമ്മവ്യവസ്ഥയിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് ഒരിക്കലും നമ്മൾ ആക്രമണകാരികളായി മാറാതിരുന്നത്. ഒരു സത്യമാണ്. പക്ഷേ നമുക്ക് പറ്റിയ പരാജയം എവിടെയാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ കുറച്ച് ഉദാരമതികളായിരുന്നു പലരുടെയും എടുക്കുക എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പലരും വന്ന് സ്ഥലം ചോദിച്ചപ്പോൾ സ്ഥലം കൊടുത്തു, ഭരിക്കാനും ഇരിക്കാനുള്ള ഇടം കൊടുത്തു, അവർക്ക് പള്ളി പണിയാൻ ഇടം കൊടുത്തു, അവർക്ക് വാണിജ്യ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള ഇടം കൊടുത്തു. പക്ഷെ ഇതെല്ലാം പിൽക്കാലത്ത് ഇവർ ചൂഷണം ചെയ്യുകയാണ് ചെയ്തതെന്നുള്ളത് ഇന്ന് വർത്തമാനകാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്.
അത് അത് മാത്രമല്ല, നമ്മളെ ആക്രമിക്കുന്ന സമയത്ത് വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയാതെയും വന്നിട്ടുണ്ട്. നമ്മളാരെയും ആക്രമിച്ചിട്ടില്ല, പക്ഷെ വേണ്ട വിധം പ്രതിരോധിക്കാൻ നമ്മുടെ പല സാമ്രാജ്യങ്ങൾക്കും കഴിയാതെയും വന്നിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് പിൽക്കാലത്ത് മുഗളന്മാർ നമ്മളെ ഭരിച്ചത്, ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചത്, പോർച്ചുഗീസുകാർ നമ്മളെ ഭരിച്ചത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യമെല്ലാം തിരിച്ചറിഞ്ഞ ഒരു ജനസമൂഹമായിട്ട് വേണം ഇനി നമ്മൾ വളരാൻ എന്നതാണ് ഐസക് സാറിന്റെ ഈ പാഠം നമുക്ക് നൽകുന്ന സൂചന. ഇസ്ലാമിക കാലഘട്ടത്തിൽ ഭാരതത്തെ ഏറെ വളച്ചൊടിക്കാൻ കൊളോണിയാനന്തര ഏറെ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറയേണ്ട കാര്യമില്ല. ആയിരക്കണക്കിന് വരുന്ന ഹൈന്ദവ ക്ഷേത്രം നശിപ്പിച്ചിട്ടും, ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്, ശ്രദ്ധിച്ചോളൂ, ആയിരക്കണക്കിന് വരുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടും രാജകീയ അധികാരങ്ങൾ പ്രയോഗിച്ചിട്ടും ഒരു ചെറിയ വിഭാഗത്തെ മാത്രമേ മതപരിവർത്തനം ചെയ്യിക്കാൻ ഭാരതത്തെ 6 നൂറ്റാണ്ടുകൾ ഭരിച്ച ഇസ്ലാമിക ഭരണകർത്താക്കൾക്ക് കഴിഞ്ഞുള്ളൂ. 600-ലധികം വർഷക്കാലം ഭാരതത്തെ ഇസ്ലാം ശക്തികൾ ഭരിച്ചു. ഇല്ലേ? ഏതെല്ലാം മുഗളന്മാർ മാത്രമല്ലല്ലോ, നമുക്കറിയില്ലേ, സോമനാഥ ക്ഷേത്രം തകർത്തതും ഇല്ലേ, അതുപോലുള്ളതായ ആ കാലഘട്ടത്തിലെല്ലാം ധാരാളം പേര് ഇസ്ലാം ഭരണാധികാരികൾ അതിനു മുമ്പും വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഭാരതത്തിലെ നിരവധി ക്ഷേത്രങ്ങൾ, ഇവിടെ തന്നെ ടിപ്പുവിന്റെ പടയോട്ടം നടന്ന് നമുക്കറിയാം. എത്രയോ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു, എത്രയോ ക്ഷേത്രങ്ങൾ തകർത്തു, ഇതെല്ലാം നമുക്കറിയാം. അപ്പൊ മതം മാറ്റാൻ വേണ്ടി എന്തെല്ലാം ശ്രമിച്ചു. അങ്ങനെ അതിന്റെ ഭാഗമായിരുന്നല്ലോ മലബാർ ലഹളയൊക്കെ. മാപ്പിള ലഹള മതം മാറ്റാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായിരുന്നില്ലേ? എന്നിട്ട് എത്ര പേരെ മാറ്റാൻ കഴിഞ്ഞു? അതാണ് ഐസക് സാർ ചോദിക്കുന്നത്. ഇത്രയെല്ലാം ഇവര് ചെയ്തിട്ടും എത്ര ശതമാനം ഹിന്ദുക്കളെ ഈ അന്യമതത്തിലേക്ക് മാറ്റുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ക്രൈസ്തവരായിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു ശതമാനം പേരെ മാത്രമേ മാറ്റാൻ സാധിച്ചിട്ടുള്ളൂ എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്ന് പറഞ്ഞ് അതങ്ങനെ സംഭവിക്കൂ എന്ന് നമ്മൾ ചിന്തിക്കരുത്. കൂടുതൽ ജാഗ്രതയുള്ളവരായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ പാഠം നൽകുന്ന സൂചന. അല്ലാതെ അത് അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കോട്ടെ, വലിയ കുഴപ്പമൊന്നുമില്ല, ഇത്രയും കാലം അവർ ശ്രമിച്ചിട്ടൊന്നും നടന്നിട്ടില്ലല്ലോ, ഇനിയും നടക്കില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. കാരണം ആഗോളതലത്തിൽ നടക്കുന്ന ഗൂഢപദ്ധതികൾ ഭാരതത്തെ എവിടെ കൊണ്ടെത്തിക്കും എന്ന് നമുക്കറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഈ പറയുന്ന പഴയ കാലമല്ല ഇന്നൊരു ഗ്ലോബൽ വില്ലേജ് ആണ്. ആഗോളതലത്തിൽ തന്നെ പരസ്പര ബന്ധിതമായിട്ട് ശൃംഖലാബന്ധിതമായി നിൽക്കുന്ന ഒരു ലോകം. അങ്ങനെ ഒരു ലോകത്ത് എന്തെല്ലാം തരത്തിൽ ആധുനിക സംവിധാനങ്ങളുണ്ട്. അത് നമുക്കറിയാം, ധാരാളം ആധുനിക ശാസ്ത്രം വികസിച്ചിട്ടുണ്ട്, അതിൻ്റെതായ സംവിധാനങ്ങൾ വികസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതെല്ലാം തരത്തിൽ നമ്മുടെ പുതിയ തലമുറയെ ആകർഷിച്ചു കൊണ്ടുപോകും എന്ന് നമുക്ക് പറയാനാവില്ല. അതിൽ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം എന്നുകൂടി ഞാൻ ഈ പാഠഭാഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സൂചിപ്പിക്കാം. സനാതനമായ ധാർമ്മിക വ്യവസ്ഥയായിരുന്ന നമ്മെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ശക്തി എന്ന യാഥാർത്ഥ്യം ഇന്നും നമ്മുടെ ഒരു കൂട്ടം ചരിത്രങ്ങൾ അംഗീകരിച്ചിട്ടില്ല. നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്ത സോഷ്യലിസമോ സെക്യുലറിസമോ ഇവിടെ നിലനിൽക്കുന്നത് ഈ അന്തർലീനമായ ധർമ്മബോധത്തിന്റെ തണലിലാണ് എന്ന് നമ്മോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ മനസ്സിലാക്കാം. സത്യത്തിൽ ഭരണഘടന, നമ്മുടെ ഭരണഘടനയിലെ സോഷ്യലിസം സെക്യുലറിസം എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ഹിന്ദു ഇല്ലെങ്കിൽ ഇവിടെ സെക്യുലറിസം ഇല്ല. ഇത് ഹിന്ദുവിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിന്ദു സംസ്കാരത്തിൽ അന്തർലീനമായിരിക്കുന്ന, ഹിന്ദു സംസ്കാരത്തിന് സഹജമായ ഒരു ധർമ്മബോധമുണ്ട്. ആ ധർമ്മബോധം കൊണ്ടാണ് നമുക്ക് ഈ ഭാരതത്തിൽ എവിടെയും സെക്യുലറായി ഈ സമൂഹത്തിന് ജീവിക്കാൻ കഴിയുന്നത്. എവിടെയാണോ ഹിന്ദുധർമ്മം ക്ഷയിക്കുന്നത്, എപ്പോഴാണോ ഹിന്ദുധർമ്മം ഇവിടെ ക്ഷയിക്കുന്നത്, അന്ന് അവസാനിച്ചു ഈ പറയുന്ന സെക്യുലറിസവും സോഷ്യലിസവും എല്ലാം. ആ യാഥാർത്ഥ്യമാണ് ഈ പാരഗ്രാഫിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നർത്ഥം. ആ ധാർമ്മിക ശക്തിയെ ഒരു ബാഹ്യശക്തിക്കും പരിക്കേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ ഒരു രാജനൈതിക സംരക്ഷണവും പരിലാമവും ഇല്ലാതെ 80% ഹൈന്ദവർ അധിവസിക്കുന്നു. ഭാരതത്തിലേക്ക് വിവിധ കാലഘട്ടങ്ങളിലായി കടന്നു വന്ന വിദേശ ശക്തികൾ ഹിന്ദു സംസ്കാരവും ധർമ്മവും നശിപ്പിക്കുന്നതിന് ആയുധങ്ങളോ തന്ത്രങ്ങളോ പ്രയോഗിച്ചിരുന്നു. ഈ വെല്ലുവിളികളെ നേരിടുവാൻ ഹിന്ദുത്വത്തിന് കഴിഞ്ഞത് കാലാകാലങ്ങളിലായി ഭാരതത്തിന്റെ ഓരോ ഭാഗത്തും ഉയർന്നു വന്ന കർമ്മയോഗികളുടെ പ്രവർത്തനമുണ്ടായിരുന്നു. ഇവരിൽ മിക്ക ആളുകളും അബ്രാഹ്മണരായിരുന്നു എന്നതും വിസ്മരിച്ചുകൂടാ. ശരിയാണല്ലോ. ഭാരതത്തെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ആളുകൾ, നമുക്ക് ഭാരതത്തെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി പരിശ്രമിച്ച കർമ്മയോഗികൾ ധാരാളമുണ്ട്. ഭക്തി പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന പലരും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു. എല്ലാവരും ബ്രാഹ്മണരൊന്നും ആയിരുന്നില്ല. എത്രയോ ആളുകൾ അബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു.
അവരുടെ എല്ലാം നേതൃത്വത്തിലാണ്. എന്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാഭാരതം രചിച്ചതായ വ്യാസൻ ബ്രാഹ്മണനല്ല എന്ന് നമുക്കറിയാം. ഇല്ലേ? രാമായണം രചിച്ച വാൽമീകി ബ്രാഹ്മണനാണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. അദ്ദേഹം കാട്ടാളനായിരുന്നു. ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹം ബ്രാഹ്മണനാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതും നമുക്ക് പറയാനാവില്ലല്ലോ. ഇല്ലേ? കൃഷ്ണൻ യാദവ വിഭാഗത്തിൽപ്പെടുന്ന ആളായിരുന്നു. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അങ്ങനെ വന്നാൽ അത് നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും വരെ പറയുന്നതാണ്. അതിനുശേഷം നമ്മൾ ചിന്തിച്ചാലും നമ്മുടെ ഭക്തി പ്രസ്ഥാനവും അതുപോലെ അതുമായി ബന്ധപ്പെട്ടതായ നമ്മുടെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളെ നയിച്ച പല ആളുകളും പല കർമ്മയോഗികളും ബ്രാഹ്മണർ പോലും അല്ലായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അവരെല്ലാമാണ് പിൽക്കാലത്ത് അവരുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ നയിച്ചവർക്ക് പ്രചോദനമായി മാറിയത്. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അതുപോലെ മഹാത്മാ അയ്യങ്കാളിയും അതുപോലുള്ള ധാരാളം ആളുകൾ, പണ്ഡിറ്റ് കറുപ്പനും അതുപോലുള്ള ധാരാളം ആളുകൾ കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് നായകത്വം കൊടുത്തവരായിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം പ്രചോദനമായത് അതിനു മുമ്പുണ്ടായിരുന്ന ഈ കർമ്മയോഗികളായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഭാരതത്തെ ഒന്നായി നിർത്താൻ, ഭാരതത്തിന്റെ ധർമ്മവ്യവസ്ഥയെ സംരക്ഷിക്കുവാൻ, ഭാരതത്തിന്റെ ഈ മതാതീത ബോധത്തെ എല്ലാ കാലവും പിടിച്ചു നിർത്തുവാൻ ഒക്കെ അവർക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ഭാരതം ഇന്നും ക്ഷയിക്കാതെ പരുക്കേൽക്കാതെ നിൽക്കുന്ന ഒരു സമൂഹമായി തുടർന്നു പോകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഹൈന്ദവ സമൂഹത്തെ ജാതികളായി തിരിച്ച് അംഗബലം ചെറുതാക്കി കാണിക്കുന്നതിന് നമ്മുടെ എഴുതാന്മാർ സാമൂഹ്യ എഴുതുന്ന പേരിൽ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അത്തരം കടുത്ത ശ്രമങ്ങളെ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നിർവീര്യമാക്കി ഹിന്ദു ദേശീയ ബോധം വളർത്തിയെടുത്തു. ഗാന്ധിജിയും വിവേകാനന്ദനും ഉൾപ്പെടെയുള്ള നമ്മുടെ ധീരദേശാഭിമാനികളായ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഈ അപകടം മനസ്സിലാക്കി വിശാലമായ ഹിന്ദു സമൂഹം എന്ന ആശയം ശക്തമാക്കി. പക്ഷേ പലപ്പോഴും നമ്മുടെ അക്കാദമി എഴുത്തുകാരന്മാർ വിസ്മരിച്ചു കളയുന്നു. അവർ നമ്മുടെ ധീരദേശാഭിമാനികളെ മതഭ്രാന്തന്മാരെന്ന് ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. സ്വാമി വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമദേവനും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ ടാഗോറും പോലുള്ളതായ മഹത് വ്യക്തികൾ മാത്രമല്ല, കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അതുപോലെ ശുഭാനന്ദ ദേവനും അതുപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളിയും അതുപോലുള്ളതായ നവോത്ഥാന നായകന്മാരും എല്ലാം പരിശ്രമിച്ചത് ഹിന്ദു സമൂഹത്തെ ഒന്നാക്കി നിർത്താനാണ്, ഈ ജനതയെ ഒന്നാക്കി നിർത്താനാണ്. പക്ഷേ പലരെയും ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജാതിയുടെ നേതാവായി കണ്ടുകൊണ്ട് പലതായി തിരിച്ച് ഈ ജാതീയമായ കള്ളികളിലേക്ക് മാറ്റി ഇന്നിപ്പോൾ രാഷ്ട്രീയം എങ്ങനെയാണ് കാര്യങ്ങളെ ചൂഷണം ചെയ്യുന്നത്? ജാതീയമായി തിരിച്ചുകൊണ്ടാണ്. ഈ അടുത്ത നാളുകളുണ്ടായ പ്രശ്നങ്ങൾ തന്നെ നമുക്കറിയാം, ഇല്ലേ? സാമുദായിക സംഘടനകളും ആ സാമുദായ സംഘടനകളിലൂടെ കൊണ്ടുവരുന്നതായ ജാതീയ ചിന്തകളുമെല്ലാം വിശാല ഹിന്ദു എന്നതായ ബോധത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്നത് നമ്മൾ മറക്കരുത്. അങ്ങനെ ബാധിക്കുമായിരുന്നൊരു കാലത്ത് ഇവരെല്ലാം ഒരുമിച്ച് നിർത്താൻ നമ്മുടെ സാംസ്കാരിക നായകന്മാർക്ക്, നവോത്ഥാന നായന്മാർക്ക്, കർമ്മയോഗികൾക്ക് കഴിഞ്ഞു. അത് ഇനിയും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ജാഗ്രത നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം കൂടി ഐസക് സാറ് ഈ പാഠത്തിൽ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കുമെന്നല്ല അദ്ദേഹം പറയുന്നത്. നമുക്ക് ഒരു ജാഗ്രത നൽകുന്നതിന് വേണ്ടിയാണ് ഈ പാഠഭാഗം എന്നാണ് എനിക്കിത് മുഴുവൻ വായിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഈ പാഠഭാഗത്തെ അത് ഉപയോഗിച്ചത്. അല്ല നമ്മളെ ചരിത്രം വിശദമായി പഠിപ്പിക്കുവാനല്ല എന്നുകൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എനിക്ക് സമയം എത്രയായി എന്നുള്ളത് എത്രയായിട്ടുണ്ട് ശ്രീകുമാരെ?